ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അക്കൗണ്ടൻസിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇതുവരെ ആയിട്ടുള്ള 3 വീഡിയോകളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ക്വസ്റ്റ്യൻസ് രൂപത്തിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ആക്ടിവേറ്റ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് ഈസ് നോൺ ആസ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? അതിൻ്റെ ആൻസർ ജേണലാണ്. ജേണൽ ഈസ് നോൺ ആസ് ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി എന്നെല്ലാം അറിയപ്പെടുന്നത് ജേണലാണ്. ഒരു ട്രാൻസാക്ഷൻ ആദ്യമായിക്കൊണ്ട് അല്ലെങ്കിൽ ഒറിജിനലായിട്ട് റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലാണ്. പിന്നീട് ജേണലിൽ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ലെഡ്ജറും അത് കഴിഞ്ഞിട്ടുള്ള ട്രയൽ ബാലൻസ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, ദ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ഇൻ എ ബുക്ക് കോൾഡ് ഡാഷ്. ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ഇൻ എ ബുക്ക് കോൾഡ് ഡാഷ്. അതിൻ്റെ ആൻസറും ജേണൽ തന്നെയാണ്. നമ്മളുടെ ഡെയിലി ട്രാൻസാക്ഷൻസ് ക്രോണോളജിക്കൽ ഓർഡറിൽ റെക്കോർഡ് ചെയ്യുന്ന പുസ്തകമാണ് ജേണൽ. ദെൻ ദ റെക്കോർഡ് ഓഫ് എ ട്രാൻസാക്ഷൻ ഇൻ ദ ജേണൽ ഈസ് നോൺ ആസ്. ദ റെക്കോർഡ് ഓഫ് എ ട്രാൻസാക്ഷൻ ഇൻ ദ ജേണൽ ഈസ് നോൺ ആസ് ഡാഷ്. ജേണലിലുള്ള ഒരു ട്രാൻസാക്ഷൻ്റെ റെക്കോർഡ് അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ജേണലിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? അതിൻ്റെ ആൻസർ ജേണൽ എൻട്രി. ജേണലിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു ട്രാൻസാക്ഷനെയാണ് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ദെൻ വിച്ച് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഈസ് നോൺ ആസ് ദ പ്രിൻസിപ്പൽ ഓർ മെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. വിച്ച് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഈസ് നോൺ ആസ് ദ പ്രിൻസിപ്പൽ ഓർ മെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇതിൻ്റെ ആൻസർ ലെഡ്ജർ. ലെഡ്ജറാണ് പ്രിൻസിപ്പൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ മെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്നെല്ലാം അറിയപ്പെടുന്നത്. ദെൻ അടുത്ത ചോദ്യം, the process of transferring entries from journal to ledger is called dash. The process of transferring entries from journal to the ledger is called dash. ജേണലിൽ നിന്ന് ജേണലിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു എൻട്രി ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റിംഗ് എന്നുള്ളത്. സോ അതിൻ്റെ ആൻസർ പോസ്റ്റിംഗ്. എ ലെഡ്ജർ ഈസ് സെഡ് ടു ഹാവ് ഡെബിറ്റ് ബാലൻസ് if the dash side of the dash side total is more than the dash side. A ledger account is said to have debit balance if the dash side total is more than the dash side. Answer, if the debit side total is more than the credit side എന്നാണ്. അതായത് ഒരു ലെഡ്ജർ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ് എന്ന് പറയണമെങ്കിൽ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ക്രെഡിറ്റ് സൈഡ് ടോട്ടലിനേക്കാൾ കൂടുതലായിരിക്കണം. ഓക്കെ, അതായത് ഒരു ലെഡ്ജർ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് എമൗണ്ട്സ് ആണ് കൂടുതലെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണെന്ന് പറയും. ഇനി ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണെന്ന് പറയാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, മെഷീനറി അക്കൗണ്ട് ഷുഡ് ഓൾവേസ് ഷോസ് ഡാഷ് ബാലൻസ്. മെഷീനറി അക്കൗണ്ട് ഷുഡ് ഓൾവേസ് ഷോസ് എ ഡെബിറ്റ് ബാലൻസ് ആണ്. അതിൻ്റെ ആൻസർ ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, മെഷീനറി അക്കൗണ്ട് ഒരു അസറ്റ് അക്കൗണ്ട് ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ആണ് ചെയ്യുക. സോ മെഷീനറി അക്കൗണ്ട് ഷുഡ് ഓൾവേസ് ഷോസ് ഡെബിറ്റ് ബാലൻസ്. ദെൻ അടുത്തൊരു ചോദ്യം, ഇൻ ലെഡ്ജർ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ഡാഷ് മാനർ. ഇൻ ലെഡ്ജർ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ഡാഷ് മാനർ. ലെഡ്ജറിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് ഏത് മാനറിലാണ്? അതിൻ്റെ ആൻസർ അനലിറ്റിക്കൽ മാനറാണ്. ഓക്കെ, ജേണലിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് ക്രോണോളജിക്കൽ മാനറിലാണ്, ക്രോണോളജിക്കൽ ഓർഡറിലാണ്. അതായത് ആദ്യം സംഭവിച്ചത് ആദ്യം റെക്കോർഡ് ചെയ്യും. എന്നാൽ അത് ലെഡ്ജറിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ലെഡ്ജറിലുള്ള ട്രാൻസാക്ഷൻ അനലിറ്റിക്കൽ മാനറിലാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ടു ചെക്ക് ദ അരിത്മെറ്റിക്കൽ ആക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് ഈസ് നോൺ ആസ് ഡാഷ്. The statement prepared to check the arithmetical accuracy of ledger accounts or equality of debits and credits is known as dash. Then the answer trial balance.
ലെഡ്ജർ അക്കൗണ്ടുകളുടെ അരിത്തമെറ്റിക്കൽ ആക്യുറസി, അതിൻ്റെ സംഖ്യാപരമായിട്ടുള്ള അതിൻ്റെ ഒരു കൃത്യത ചെക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഡെബിറ്റും ക്രെഡിറ്റെല്ലാം ഈക്വൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രയൽ ബാലൻസ്. ഇനി അടുത്തൊരു ചോദ്യം, പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ ദ പേർപ്പസ് ഓഫ് റീസെയിൽ ഈസ് മെയ്ഡ് ഫോർ ക്യാഷ്. ഇൻ വിച്ച് സബ്സിഡിയറി ബുക്ക് ദിസ് ട്രാൻസാക്ഷൻ ഈസ് ടു ബി റെക്കോർഡഡ്. ഒന്നുകൂടി പറയാം. Purchase of book for the purpose of resale is made for cash. In which subsidiary book this transaction is to be recorded? Purchase of goods for the purpose of resale is made for cash. റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗുഡ്സ് ക്യാഷ് കൊടുത്തിട്ട് വാങ്ങി. ഓക്കെ, അതായത് പർച്ചേസ് ആണ്. ഗുഡ്സ് വാങ്ങിയതാണ്, പർച്ചേസ് ആണ്, ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിയത്. അത് ഏതൊരു സബ്സിഡിയറി ബുക്കിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? അതിൻ്റെ ആൻസർ ക്യാഷ് ബുക്കാണ്. ഓക്കെ, അതൊരു ക്യാഷ് ട്രാൻസാക്ഷനാണ്, ക്യാഷ് കൊടുത്തിട്ടാണ് പർച്ചേസ് ചെയ്തത്. സോ അത് ക്യാഷ് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ബുക്കിലാണ്. ദെൻ അടുത്ത ചോദ്യം, ഇഫ് ഡാഷ് ഈസ് പ്രിപ്പയർഡ് ദർ ഈസ് നോ നീഡ് ഓഫ് പ്രിപ്പയറിംഗ് എ ക്യാഷ് അക്കൗണ്ട് ഫർദർ. ഇഫ് ഡാഷ് ഈസ് പ്രിപ്പയർഡ് there is no need of preparing a cash account further. Answer cash book. ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഒരു ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷിനൊരു ലെഡ്ജർ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ക്യാഷ് ബുക്ക് ഈസ് ബോത്ത് ജേണൽ ആൻഡ് ലെഡ്ജർ. ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് ആണ് അതിൻ്റെ ബാലൻസ് ആയിട്ട് കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if one transaction is to be recorded on both sides of double column cash book, such entries are called dash. If one transaction is to be recorded on both sides of double column cash book, such entries are called dash. ഒരേ ട്രാൻസാക്ഷൻ തന്നെ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ രണ്ട് സൈഡിലും റെക്കോർഡ് ചെയ്യേണ്ടി വന്നാൽ, പേയ്മെൻറ്റ് സൈഡിലും റിസീപ്റ്റ് സൈഡിലും റെക്കോർഡ് ചെയ്യേണ്ടി വന്നാൽ അത്തരം ട്രാൻസാക്ഷൻസിനെ എന്താണ് വിളിക്കുന്നത്? അതിൻ്റെ ആൻസർ കോൺട്രാ എൻട്രീസ്. അത്തരം എൻട്രികളെ നമ്മൾ കോൺട്രാ എൻട്രീസ് എന്നാണ് വിളിക്കുന്നത്. ഒരേ ട്രാൻസാക്ഷൻ തന്നെ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ റെസീപ്റ്റ് സൈഡിലും പേയ്മെൻറ്റ് സൈഡിലും റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് കോൺട്രാ എൻട്രീസ് ആയിട്ട് വരുന്നത് ക്യാഷ് ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്നതും ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതുമായ എൻട്രീസ് ആണ്. സി എന്ന അക്ഷരം കൊണ്ടാണ് നമ്മളിതിനെ സൂചിപ്പിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, Dash book is maintained to record small expenses. Dash book is maintained to record small expenses. ചെറിയ എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് ബുക്കാണ്? പെറ്റി ക്യാഷ് ബുക്കാണ്. ആൻസർ പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി എന്ന വാക്കിന് അർത്ഥം തന്നെ സ്മോൾ എന്നാണ്. ദെൻ അടുത്തൊരു ചോദ്യം, പെറ്റി ക്യാഷ് ബുക്ക് ഈസ് യൂഷ്വലി മെയിൻറ്റെയിൻഡ് അണ്ടർ ഡാഷ് സിസ്റ്റം. പെറ്റി ക്യാഷ് ബുക്ക് ഈസ് യൂഷ്വലി മെയിൻറ്റെയിൻഡ് അണ്ടർ ഡാഷ് സിസ്റ്റം. ആൻസർ ഇംപ്രസ്റ്റ് സിസ്റ്റം. പെറ്റി ക്യാഷ് ബുക്ക് സാധാരണയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇംപ്രസ്റ്റ് സിസ്റ്റത്തിലാണ്. ഇംപ്രസ്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ടായിരിക്കും. മെയിൻ ക്യാഷർ പെറ്റി ക്യാഷർക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് കൊടുക്കും. അദ്ദേഹം ആ എമൗണ്ടിൽ നിന്ന് പെറ്റി എക്സ്പെൻസുകൾ മീറ്റ് ചെയ്തതിന് ശേഷം വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി മെയിൻ ക്യാഷിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു ചിലവായിട്ടുള്ള തുക റീഇംബേഴ്സ് ചെയ്യും. ഇതാണ് ഇംപ്രസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിനെപ്പറ്റിയെല്ലാം നമ്മൾ ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്തത്, പർച്ചേസ് ബുക്ക് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ഡാഷ്. പർച്ചേസ് ബുക്ക് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ഡാഷ്. ആൻസർ ക്രെഡിറ്റ് പർച്ചേസസ്. പർച്ചേസ് ബുക്ക് ഉപയോഗിക്കുന്നത് ക്രെഡിറ്റ് പർച്ചേസുകൾ മാത്രം റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാഷ് ബുക്കിലാണ് അത് റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ക്രെഡിറ്റ് പർച്ചേസുകൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പർച്ചേസ് ബുക്ക് ഉപയോഗപ്പെടുത്തുന്നത്. അതുപോലെ ക്രെഡിറ്റ് സെയിൽസ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സെയിൽസ് ബുക്ക് ഉപയോഗിക്കുന്നത്. ദെൻ നെക്സ്റ്റ്, ഡാഷ് ഈസ് ദ ബേസിസ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഓൺ ദ സെയിൽസ് റിട്ടേൺ ബുക്ക്. Dash is the basis for recording transactions on the sales return book. സെയിൽസ് റിട്ടേൺ ബുക്കിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ബേസിസ്, അതിൻ്റെ ഒരു സോഴ്സ് ഡോക്യുമെൻ്റ് എന്താണ്?
എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ക്രെഡിറ്റ് നോട്ടാണ്. ക്രെഡിറ്റ് നോട്ടാണ് സെയിൽസ് റിട്ടേൺ ബുക്കിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനുള്ള സോഴ്സ് ഡോക്യുമെൻറ്റ്. അത് ഓർത്ത് വെക്കാൻ സിമ്പിളാണ്. നമ്മൾ സെയിൽസ് നടത്തുന്ന സമയത്ത് ഉള്ള ജേർണൽ എൻട്രി ആലോചിക്കുക. ഡെപ്റ്ററിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും ടു സെയിൽസ്. അതിപ്പോൾ എ എന്ന പാർട്ടിക്കാണ് വിറ്റതെങ്കിൽ എസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എന്നാവും എൻട്രി വരിക. അപ്പോൾ സെയിൽസ് റിട്ടേൺ ആകുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഡെപ്റ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ നമ്മൾ ആ ഒരു ക്രെഡിറ്റർ അദ്ദേഹത്തിന് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. എത്ര എമൗണ്ടാണ് റിട്ടേൺ അയാൾ നമുക്ക് സെയിൽസ് റിട്ടേൺ ആയിട്ട് തന്നത്, അതായത് എത്ര രൂപയുടെ ഐറ്റംസാണ് അയാൾ ഇങ്ങോട്ട് തിരിച്ചു തന്നത്, ആ ഒരു വാല്യൂ വെച്ചിട്ട് നമ്മൾ അദ്ദേഹത്തിന് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്രെഡിറ്റ് നോട്ട്. അതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ സെയിൽസ് റിട്ടേൺ ബുക്കുമായി ബന്ധപ്പെട്ട സോഴ്സ് ഡോക്യുമെൻ്റ് ക്രെഡിറ്റ് നോട്ടാണ്. അതുപോലെ പർച്ചേസ് റിട്ടേണുമായി ബന്ധപ്പെട്ടത് ഡെബിറ്റ് നോട്ടുമാണ്. ഓക്കെ, ഇതിനടുത്തത് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, rectification entries etc. are recorded in dash. Purchase and sale of fixed assets, rectification entries etc. are recorded in dash subsidiary book. ഏതൊരു സബ്സിഡിയറി ബുക്കിലാണ് നമ്മൾ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് അതുപോലെ റെക്ടിഫിക്കേഷൻ എൻട്രീസ് ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നത്? അതിൻ്റെ ആൻസർ ജേണൽ പ്രോപ്പർ. ജേണൽ പ്രോപ്പർ അല്ലെങ്കിൽ ജനറൽ ജേണൽ എന്ന് പറയാം. then അടുത്തൊരു ചോദ്യം, a journal entry that involves more than 2 accounts is called dash. A journal entry that involves more than 2 accounts is called dash. ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉള്ള രണ്ടിൽ കൂടുതൽ അക്കൗണ്ടുകളുള്ള ജേണൽ എൻട്രിയെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? അതായത് സാധാരണയായിട്ട് ഒരു ജേണൽ എൻട്രിയിൽ ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റുമാണ് ഉണ്ടായിരിക്കുക. എന്നാൽ ഒന്നിനേക്കാൾ കൂടുതൽ ഡെബിറ്റോ അല്ലെങ്കിൽ ഒന്നിനേക്കാൾ കൂടുതൽ ക്രെഡിറ്റോ അല്ലെങ്കിൽ ഡെബിറ്റും ക്രെഡിറ്റും ഒന്നിനേക്കാൾ കൂടുതലുള്ള അത്തരം ജേണൽ എൻട്രികളെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? അതിൻ്റെ ആൻസർ കോമ്പൗണ്ട് എൻട്രി അല്ലെങ്കിൽ കോമ്പൗണ്ട് ജേണൽ എൻട്രി. ഒന്നേക്കാൾ കൂടുതൽ ഡെബിറ്റോ ക്രെഡിറ്റോ ഒക്കെയുള്ള എൻട്രീസിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, the process of recording journal entries in journal is called dash. The process of recording journal entries in journal is called dash. ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ജേണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡാഷ്. അതിൻ്റെ ആൻസർ ജേർണലൈസിങ്. ജേർണലൈസിങ് ജേണലിൽ ജേണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ജേർണലൈസിങ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻവേർഡ് ഇൻവോയ്സ് ഈസ് ദ ബേസിസ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ഡാഷ്. ഇൻവേർഡ് ഇൻവോയ്സ് ഈസ് ദ ബേസിസ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ഡാഷ്. ഇൻവേർഡ് ഇൻവോയ്സ് എന്നുള്ളത് ഏതൊരു സബ്സിഡിയറി ബുക്കിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനുള്ള ബേസാണ്? അതിൻ്റെ ആൻസർ പർച്ചേസ് ബുക്കാണ്. പർച്ചേസ് ബുക്കിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനുള്ള സോഴ്സ് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ അതിനുള്ള ബേസാണ് ഇൻവേർഡ് ഇൻവോയ്സ് അല്ലെങ്കിൽ നമ്മുടെ പർച്ചേസ് ഇൻവോയ്സ് എന്നുള്ളത്. സെയിൽസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നതിനുള്ള ബേസ് ഔട്ട്വേർഡ് ഇൻവോയ്സുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി.